കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു RSSകാരനുണ്ടായിരുന്നോ? ഉത്തരം പറയുന്ന എല്ലാവരും കൂടെ ഉണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വെടികൊണ്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ RSS ഉണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വെടികൊണ്ട് മരിക്കാതെ അപകടത്തിൽ വെടിയുണ്ടകളുമായി ജീവിച്ചവരുടെ ചരിത്രത്തിൽ RSS ഉണ്ടോ? ഉണ്ടോ? ഇല്ല. വെടികൊണ്ടവരാര്? ഉറക്കെ പറയുന്നു. വെടികൊണ്ടവരാര്? തൂക്കുമരത്തിൽ കയറിയതാര്? കേസ് പറഞ്ഞതാര്? ജയിലിൽ കിടന്നതാര്? അനാഥരാക്കപ്പെട്ടവരാര്? ത്യാഗം സഹിച്ചവരാര്? മാംസം പോയവരാര്? തൂക്കുമരത്തിൽ ഊഞ്ഞാടിയവരാര്? ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് എല്ലാവരും കൂടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് തീരുന്നില്ല എന്ന് വിചാരിച്ചാൽ പാർട്ടി പരിപാടിക്ക് വരാത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരെ നിങ്ങൾ തന്നെ ഓവർ ടൈം പണിയെടുത്തിട്ടും ഈ പാർട്ടി തീർന്നു പോകാത്ത എന്താണെന്നറിയോ? ഈ രാജ്യത്തിന്റെ DNA ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ് വിട്ടുപോയാലും, പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന BRM ഷഫീർ കോൺഗ്രസ് വിട്ടുപോയാലും, ഈ ഇരിക്കുന്ന സഹോദരിമാരെല്ലാവരും കോൺഗ്രസ് വിട്ടുപോയാലും ഈ കോൺഗ്രസ് തീർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരേ ഒരാൾ, കോൺഗ്രസിന്റെ വികാരം പേറുന്ന ഒരേ ഒരാളെ ഉള്ളൂ എന്ന് കരുതുക. ഒറ്റ ഒരാളെ ഉള്ളൂ. ഒരു ഗ്രാമത്തിൽ കൊടിയത്തൂർ അങ്ങാടിയിൽ ഒറ്റ കോൺഗ്രസ്സുകാരനെ ഉള്ളൂ എന്ന് കരുതുക. അയാൾ അവശനാണെന്ന് കരുതുക. അയാൾ ഈ കൊടി ഒരു കമ്പിൽ കൊരുത്തു വെക്കും, എന്നിട്ടെടുത്ത് തോളിൽ വെക്കും. തോളിൽ വെച്ചിട്ട് അയാൾ ഇങ്ങനെ ആ തെരുവിന്റെ മുമ്പിലൂടെ വേച്ചുവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയുമായി വേച്ചുവേച്ച് നടന്നു പോകും. നാട് മുഴുവൻ അയാളെ കളിയാക്കും, പരിഹസിക്കും, പുച്ഛിക്കും. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് കൊടി ഉയർത്തി അയാൾ ഒരു പ്രസ്ഥാനമായിട്ടങ്ങ് മാറും. ഒരാൾ ഒറ്റയ്ക്ക് പ്രസ്ഥാനമായി പടർന്ന് പന്തലിക്കും. അവിടെ കോൺഗ്രസ് ഉണ്ടാകും. പുതിയ ആളുകൾ വന്നു ചേരും. അങ്ങനെ കോൺഗ്രസ് വീണ്ടും എന്നുണ്ടാവും? ഈ നാട് മുഴുവൻ ഒരു മൃതസഞ്ജീവിയെ പോലെ പടർന്ന് പന്തലിക്കും. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആർക്കും പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല.